ഈ സോഷ്യൽ മീഡിയയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ദീപക്കിൻ്റെ പ്രശ്നം വെച്ചിട്ട് എനിക്ക് ഇപ്പോഴത്തെ ആമ്പിളേരും പെമ്പിളേരും പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് നാൾക്ക് മുമ്പ് നമ്മുടെ സോഷ്യൽ മീഡിയ കണ്ടൊരു വീഡിയോ ആണ്. ഒരു ചേച്ചി ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യാണ്. തൻ്റെ അനിയത്തിനെ ഒരാൾ ബാഡായിട്ട് ബിഹേവ് ചെയ്യുന്ന, ടച്ച് ചെയ്യുന്ന ആ ഒരു സംഭവം വീഡിയോ പുള്ളിക്കാരി എടുത്ത് വെക്കുകയും സ്പോട്ടിൽ തന്നെ റിയാക്ട് ചെയ്യുന്ന ഒരു സീനുമാണ് ഈ കാണുന്നത്. സത്യത്തിൽ എന്താ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ചേച്ചി ആ വീഡിയോ എടുത്തത് കൊണ്ടാണ് ആ ചേച്ചിക്ക് അതൊരു തെളിവായതും. അയാൾ ആദ്യം അത് ആ കുറ്റം സമ്മതിക്കാണ്ട് പിന്നീട് ആ വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞത് കൊണ്ടാണ് അയാൾ ആ കുറ്റം സമ്മതിച്ച ചേച്ചിനോട് മാപ്പ് പറയുന്നതാണ് ആ വീഡിയോയിലുള്ളത്. ശരിക്കും നമ്മളൊരു വീഡിയോ എടുക്കുന്നത് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ആ സമയത്ത് അത് റിയാക്ട് ചെയ്യാനും അത് നമുക്ക് ഉണ്ടായ ആ ഒരു പ്രശ്നത്തിനെതിരെ ഒരു തെളിവായിട്ട് യൂസ് ചെയ്യാനാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. അല്ലാതെ ഒരു വീഡിയോ എടുത്ത് നമ്മളൊരാളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് പോലെ അതുകൊണ്ട് ഇൻസ്റ്റയിൽ ഇടുന്നത് കൊണ്ട് തന്നെ ഒരു കാര്യമില്ല. നമുക്കൊരു ബാഡ് ഇഷ്യൂ ഉണ്ടായാൽ നമ്മൾ അതായത് പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് ചെയ്യാനും നമുക്ക് അതിൽ റിയാക്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ആ വീഡിയോന് എന്ത് അർത്ഥമാണോ? ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ റിയാക്ട് ചെയ്യാൻ പറ്റാത്ത കാര്യം വീഡിയോ എടുത്ത് അത് കൊണ്ടുവന്ന് ഇൻസ്റ്റയിലിട്ട് പിന്നെ അതൊരു മാനിപ്പുലേഷൻ ചെയ്ത് ഒരാളുടെ ജീവൻ കളയുന്ന ഒരു അവസ്ഥയിൽ പെൺപിള്ളേർ നിങ്ങൾ ഇനി എത്തിക്കാതിരിക്കുക. ഒരു സിറ്റുവേഷൻ എനിക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു നോട്ടമാണെങ്കിൽ പോലും അങ്ങനത്തെ ഒരു ബാഡ് സിറ്റുവേഷൻ്റെ നോട്ടം എനിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ഞാൻ റിയാക്ട് ചെയ്തെന്താണെന്ന് വെച്ചാൽ, എന്തിനാണോ നോക്കുന്നത്, എന്താണോ എന്ന് തിരിച്ച് ചോദിക്കുന്നതായിരുന്നു എൻ്റെ ഒരു പ്രതികരണം. നമ്മൾ എന്തെങ്കിലും തരത്തിൽ പ്രതികരിക്കാണ്ട് സാധാരണ ഒരു വീഡിയോ എടുത്തിടുന്നതിലൂടെ ഒന്നും ഇല്ലെന്നാണ് ഞാൻ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. നമ്മളോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ചെയ്യാത്തൊരു കാര്യം നിങ്ങൾക്കെതിരെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പതറാതെ അതിനെതിരെ സംസാരിക്കാൻ നിങ്ങൾക്ക് പറ്റണം. ഏത് സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനുള്ള രീതിയിൽ നിങ്ങൾ ആവണം എന്നാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഇനി ആർക്കും വരാതിരിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ടച്ച് ചെയ്താൽ നമുക്ക് സോഷ്യൽ മീഡിയ എടുക്കാം, പെണ്ണുങ്ങൾക്ക് മാത്രമൊന്നുമല്ല.